ഹായ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പഞ്ചവത്സര പദ്ധതികൾ. അതിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. പാർട്ട് 3 അതായത് നാലാം പഞ്ചവത്സര പദ്ധതി മുതലാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നോക്കാം നമുക്ക്. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഏത് മുതൽ ഏതുവരെയാണ്? 1969 ഏപ്രിൽ 1 മുതൽ 1974 മാർച്ച് 31 വരെയാണ് അല്ലെ. അപ്പോൾ ഏപ്രിൽ 1 മാർച്ച് 31 നടക്കട്ടെ. വർഷം നോക്കുക 1969 1974. അപ്പൊ നമ്മൾ അതിന് ഇടയിലുള്ള, അതായത് അതിന് മുന്നേ ഉള്ള എന്താ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഏകദേശം പഠിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്ത് ചെയ്യുക, ആദ്യം ആ വീഡിയോ കാണുക. അത് കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ വർഷം ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. 1969 മുതൽ 1974 ആ ഒരു കാലഘട്ടമാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധി ആയിരുന്നു. നമ്മുടെ ഇതിന്റെ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തില് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതായത് അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇനി ഉപാധ്യക്ഷന്മാർ ആരൊക്കെയായിരുന്നു? ഡോക്ടർ ഗാഡ്ഗിലും ഡോക്ടർ DP ധറും. നാലാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ഉപാധ്യക്ഷന്മാർ എന്ന് പറയുന്നത് ഡോക്ടർ ഗാഡ്ഗിലും ഡോക്ടർ DP ധറും ആയിരുന്നു. ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ, ഓരോ പഞ്ചവത്സര പദ്ധതി പറയുമ്പോഴും നമ്മൾ വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചതും എത്ര മുന്നോട്ട് വെച്ചു, എത്ര കൈവരിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യം പറയുമ്പോൾ ഇത് ശരിക്കും നല്ല ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു പോവുക. ഓരോന്നും ഓരോ പഞ്ചവത്സര പദ്ധതിയും അതിന് നേരെ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് അതുപോലെ കൈവരിച്ചതൊക്കെ ഒന്ന് എഴുതി പഠിക്കാനായിട്ട് നോക്കുക. അപ്പൊ നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച മുന്നോട്ട് വെച്ച വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 5.4% പക്ഷെ കൈവരിച്ചത് വെറും 3.3%. ഗാഡ്ഗിൽ യോജന അല്ലെങ്കിൽ ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗാഡ്ഗിൽ യോജന അല്ലെങ്കിൽ ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഈ നാലാം പഞ്ചവത്സര പദ്ധതിയാണ്. പക്ഷെ ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത് ഏത് പ്രകാരം? PSC ആൻസർ പ്രകാരം മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ ഓപ്ഷനിൽ രണ്ടും കൂടെ എന്തായാലും വരാൻ സാധ്യതയില്ല. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഉത്തരം എഴുതാൻ നോക്കുക. ഗാഡ്ഗിൽ യോജന കണ്ടാൽ PSCയുടെ ആൻസർ എന്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് എന്നുള്ളത് കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് അലൻ എസ് മന്നെ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. അലൻ എസ് മന്നെ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ നാലാം പഞ്ചവത്സര പദ്ധതിയാണ്. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഗാഡ്ഗിൽ. നമ്മൾ പഠിച്ചല്ലോ ഗാഡ്ഗിൽ മോഡൽ. അതുപോലെ ഉപാധ്യക്ഷന്മാരിൽ ഒരാളാണ് ഡോക്ടർ ഗാഡ്ഗിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ മുഖ്യ ശില്പിയാണ് ആര്? ഡോക്ടർ ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വൈകി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാലും നാലാം പഞ്ചവത്സര പദ്ധതി. നമുക്കറിയാം ഹോളിഡേ പ്ലാൻ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ, പ്ലാൻ ഹോളിഡേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് നാലാം പഞ്ചവത്സര പദ്ധതി വന്നത്. അപ്പൊ വൈകി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി എന്ന് നമുക്ക് നാലാം പഞ്ചവത്സര പദ്ധതിയെ പറയാവുന്നതാണ്. ഇനി നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സുസ്ഥിരതയോട് കൂടിയ വളർച്ച, അതുപോലെ സാമ്പത്തിക സാങ്കേതിക സ്വയം പര്യാപ്തത, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം. എന്തൊക്കെയാണ്? സുസ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, സാമ്പത്തിക സാങ്കേതിക സ്വയം പര്യാപ്തത, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം. ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. സുസ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, അപ്പൊ സാമ്പത്തിക സാങ്കേതിക സ്വയം പര്യാപ്തത, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം. ഇതൊക്കെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണെന്ന് കരുതുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ 74 വരെ നമ്മൾ ഏത് പറഞ്ഞു?
നാലാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ 74 to 79 ഏതായിരിക്കും? അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. ആ സമയത്തെ അധ്യക്ഷ ആരായിരുന്നു? അതും ഇന്ദിരാഗാന്ധി ആയിരുന്നു. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷൻ DP ധർ ആയിരുന്നു. DP ധർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നാലാം പഞ്ചവത്സര പദ്ധതിയിലെ ഉപാധ്യക്ഷന്മാർ ഒന്ന് ഡോക്ടർ ഗാഡ്ഗിലും പിന്നെ ഡോക്ടർ DP ധറും ആണെന്ന് പറഞ്ഞു. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ശില്പി അതുപോലെ ഉപാധ്യക്ഷനൊക്കെ ആരായിരുന്നു? DP ധർ ആയിരുന്നു. ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വെച്ച വളർച്ചാ നിരക്ക് 4.4%. അഞ്ചാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 4.8% ആണ്. ഓക്കെ ആണല്ലോ. അഞ്ചാം പഞ്ചവത്സര പദ്ധതി അപ്പൊ മുന്നോട്ട് വെച്ചത് 4.4% ആണെങ്കിലും കുറച്ച് എന്തുണ്ട്, കൂടുതലാണ്. കുറച്ച് കൂടുതൽ മീൻസ് 0.3% അല്ലേ. അപ്പൊ അഞ്ചാം പഞ്ചവത്സര 0.4%. അപ്പൊ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 4.8% കൈവരിച്ചു. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി നമ്മോട് ചോദിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. നമ്മുടെ ഇന്ദിരാഗാന്ധി അധ്യക്ഷയായിട്ടുള്ള അതുപോലെ ഡോക്ടർ DP ധർ ഉപാധ്യക്ഷനായിട്ടുള്ള പഞ്ചവത്സര പദ്ധതി. ഇനി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കൃഷിക്കും പ്രതിരോധത്തിനും പ്രാധാന്യം നൽകുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനം അപ്പൊ എന്ത് വേണം? കൃഷിക്കും പ്രതിരോധത്തിനും പ്രാധാന്യം വേണം. അപ്പൊ തൊഴിലവസരങ്ങൾ എന്ത് ചെയ്യും? അവിടെ വർദ്ധിക്കും. അങ്ങനെ ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. മിനിമം നീഡ്സ് പ്രോഗ്രാം. അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കൃഷിക്കും പ്രതിരോധത്തിനും പ്രാധാന്യം നൽകുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, മിനിമം നീഡ്സ് പ്രോഗ്രാം. അതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് മിനിമം നീഡ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്? ദീസ് aimed at making provisions for elementary education, health, nutrition, electrification, water supply, etc., particularly in backward areas. Okay, മനസ്സിലായോ അപ്പൊ എന്താന്നുള്ളത്? അതായത് പിന്നോക്ക പ്രദേശങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യം, അല്ലെ, ഹെൽത്ത്, ന്യൂട്രീഷൻ, അതുപോലെ പിന്നെന്താണ്, പിന്നെ നമ്മൾ ഇത് പറയാലോ, എന്താണ്, വൈദ്യുതീകരണം, പോഷകാഹാരം, വൈദ്യുതീകരണം, ജലവിതരണം, ഇവക്കുള്ള വ്യവസ്ഥകൾ, അതായത് പ്രൊവിഷൻസ് ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഏതിന്റെ ലക്ഷ്യം? MNP, മിനിമം നീഡ്സ് പ്രോഗ്രാം. അപ്പൊ ഇതും കൂടെ എന്താണ്? നമ്മുടെ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. MNP ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം കേട്ടോ. അപ്പോ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏതായിരുന്നു? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഗരീബി ഹട്ടാവോ. ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഗരീബി ഹട്ടാവോ. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് അല്ലെ. ഇന്ത്യയിൽ കാലാവധി പൂർത്തിയാകാത്ത ആദ്യ പഞ്ചവത്സര പദ്ധതി. എങ്ങനെ? ഇന്ത്യയിൽ കാലാവധി പൂർത്തിയാക്കാത്ത ആദ്യ അല്ലെങ്കിൽ ഒരേ ഒരു പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി. 4 സാമ്പത്തിക വർഷം മാത്രമേ അഞ്ചാം പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ 1978 അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ത് ചെയ്യാണ്? നിർത്തലാക്കുകയാണ്. അപ്പൊ എന്നാ അത് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു 1974 സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ 1978 അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കി. മൊറാർജി ദേശായിയാണ് ഈ പദ്ധതി പിൻവലിച്ചത്. ഓക്കെ ആണല്ലോ. ഇനി പിന്നെ വരുന്നതാണ് റോളിംഗ് പ്ലാൻ. അപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം, കിട്ടുന്നുണ്ടോ നോക്കുക. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1974 1979 ഏപ്രിൽ 1 to മാർച്ച് 31. അഞ്ചാം പഞ്ചവത്സര പദ്ധതി സമയത്ത് അധ്യക്ഷയായിരുന്നു ഇന്ദിരാഗാന്ധി, ഉപാധ്യക്ഷനായിരുന്നു DP ധർ, അതുപോലെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് DP ധർ ആണ്. ധർ മോഡൽ എന്നറിയപ്പെടുന്നു. 4.4% വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ച് 4.8% വളർച്ചാ നിരക്ക് കൈവരിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കൃഷിക്കും
പ്രതിരോധത്തിനും പ്രാധാന്യം നൽകുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, മിനിമം നീഡ്സ് പ്രോഗ്രാം, ഇതൊക്കെ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. പിന്നെ MNP അഥവാ മിനിമം നീഡ്സ് പ്രോഗ്രാം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഫുൾ ഫോം ഒന്ന് നോക്കി വെച്ചേക്ക് കേട്ടോ. മിനിമം നീഡ്സ് പ്രോഗ്രാമും 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ഗരീബി ഹട്ടാവോ. ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിൽ കാലാവധി പൂർത്തിയാക്കാത്ത ആദ്യ പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ ഒരേ ഒരു പഞ്ചവത്സര പദ്ധതിയാണ്. 4 സാമ്പത്തിക വർഷം മാത്രമേ 5ാം പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയിട്ടുള്ളൂ. 1978 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കി. മൊറാർജി ദേശായിയാണ് ഈ പദ്ധതി പിൻവലിച്ചത്. ഇനി വരുന്നതാണ് റോളിംഗ് പ്ലാന്. അതായത് 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിയതിനെ തുടർന്ന് 1978 മൊറാർജി ദേശായി ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിന്റെ ജന്മദേശം എന്ന് പറയുന്നത് എവിടെയാണ്? സ്വീഡനാണ് അല്ലെ. സ്വീഡനാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിന്റെ ജന്മദേശം. റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിന്റെ പിതാവാണ് ഗുണർ മിർഡൽ. ആരാണ്? ഗുണർ മിർഡൽ ആണ് റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിന്റെ പിതാവ്. 1974 സാമ്പത്തിക നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ആർക്ക്? ഗുണർ മിർഡലിന്. അപ്പൊ റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുണർ മിർഡൽ. ആരാണ്? ഒന്ന് പറയൂ. ഗുണർ മിർഡൽ. ഗുണർ മിർഡൽ. അപ്പൊ സ്വീഡൻ ആണ് ഇതിന്റെ ജന്മദേശം. റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിന്റെ പിതാവ് ചോദിച്ചാൽ ഗുണർ മിർഡൽ ആണ്. അപ്പൊ 1974 സാമ്പത്തിക നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. റോളിംഗ് പ്ലാനിനെ കുറിച്ചുള്ള ഗുണർ മിർഡലിന്റെ പുസ്തകമാണ് ഏഷ്യൻ ഡ്രാമ. ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്നത് റോളിംഗ് പ്ലാനിനെ കുറിച്ചുള്ള ഗുണർ മിർഡലിന്റെ പുസ്തകമാണ്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാനിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ ആരാണ്? മൊറാർജി ദേശായി ആണ്. റോളിംഗ് പ്ലാനിന്റെ പിതാവ്, ഇന്ത്യയിൽ റോളിംഗ് പ്ലാനിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മൊറാർജി ദേശായി ആണ്. അപ്പൊ ഇതിന്റെ കാലഘട്ടം പഠിക്കണമല്ലോ. ഏതൊക്കെയാണ് കാലഘട്ടം? 1978, 79, 79, 80. 1978, 79, 1979, 80 ഇന്ത്യയിൽ റോളിംഗ് പ്ലാനിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ സമയത്ത് രാജിവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അപ്പൊ ആരായിരിക്കും? മൊറാർജി ദേശായി. മൊറാർജി ദേശായി രാജിവെച്ചതിനെ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരായിരുന്നു? ചരൺ സിംഗ് ആണ്. മൊറാർജി ദേശായി രാജിവെച്ചതിനെ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ചരൺ സിംഗ്. ട്രൈസം, അതായത് ട്രെയിനിങ് ടു റൂറൽ യൂത്ത് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന പദ്ധതി നിലവിൽ വന്നത് 1979 ഓഗസ്റ്റ് 15-നാണ്. ട്രൈസം എന്ന പദ്ധതി, അതായത് ട്രെയിനിങ് ടു റൂറൽ യൂത്ത് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന പദ്ധതി നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാല് ചരൺ സിംഗ് നടപ്പിലാക്കിയതാണ് 1979 ഓഗസ്റ്റ് 15. ട്രൈസം ഒന്നുകൂടെ പറഞ്ഞു നോക്കുക. ട്രെയിനിങ് ടു റൂറൽ യൂത്ത് സെൽഫ് എംപ്ലോയ്മെന്റ് 1979 ഓഗസ്റ്റ് 15-നാണ് ചരൺ സിംഗ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. റോളിംഗ് പ്ലാൻ നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. റോളിംഗ് പ്ലാന് നിർത്തലാക്കിയത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ 1980 ജനുവരി 14 മുതൽ 1980 മാർച്ച് 31 വരെ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയായിരുന്നു അല്ലെ. 1900 കാരണം നമ്മൾ പറഞ്ഞു റോളിംഗ് പ്ലാന് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധിയാണെന്ന് പറഞ്ഞു. 1980 ജനുവരി 14 മുതൽ 1980 മാർച്ച് 31 വരെ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇനി റോളിംഗ് പ്ലാനിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഉയർച്ച. എന്താണ്? സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഉയർച്ച എന്നതാണ്. ഓക്കെ, എന്താണ്? സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഉയർച്ച ഏതിന്റെ ലക്ഷ്യമായിരുന്നു? അത് റോളിംഗ് പ്ലാനിന്റെ പ്രധാന ലക്ഷ്യത്തിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പോൾ എക്സാം പോയി അറ്റൻഡ് ചെയ്യാം. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.